നമസ്കാരം. ഇന്ത്യൻ സൈന്യം കരുത്തുറ്റവരാണെന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ല. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യൻ സേനയുടെ കരുത്ത് കൂട്ടാനായുള്ള എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാം എന്നുള്ള ചിന്തയിലാണ് കേന്ദ്ര സർക്കാർ. പുതിയ മാറ്റങ്ങളും അത്യാധുനിക യുദ്ധോപകരണങ്ങളും ഉൾപ്പെടെ ഇന്ത്യൻ സേനയുടെ കരുത്ത് കൂട്ടാനുള്ള എല്ലാ സൗകര്യങ്ങളും എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമത്തിലാണ് മോദി സർക്കാർ. ഓഗസ്റ്റ് 15 മുൻപ് ഇന്ത്യൻ സൈന്യത്തിന് AK-203 അസോൾട്ട് റൈഫിളുകളുടെ അടുത്ത ശേഖരം ലഭിക്കും. അടുത്ത 2-3 ആഴ്ചയ്ക്കുള്ളിൽ ഏകദേശം 7000 റൈഫിളുകൾ വിതരണം ചെയ്യുമെന്ന് ഇൻഡോ റഷ്യൻ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് അറിയിച്ചു. സ്വസ്ഥമായി നാം ഓരോരുത്തർക്കും കിടന്നുറങ്ങാൻ സാധിക്കുന്നത് തന്നെ അതിർത്തിയിൽ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് സൈനികർ കാവൽ നിൽക്കുന്നത് കൊണ്ടാണ്. എന്താണ് ഇന്ത്യൻ സേനയുടെ സൈനിക ശേഷിയെന്ന് പാകിസ്ഥാന് കൊടുത്ത തിരിച്ചടിയിൽ നാം ഓരോരുത്തരും കണ്ടതാണ്. ആത്മനിർഭർ ഭാരതിന് കീഴിൽ ഉത്തർപ്രദേശിലെ അമേത്തിയിലാണ് ഈ റൈഫിളുകൾ നിർമ്മിക്കുന്നത്. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിക്കുന്ന റൈഫിളുകളുടെ നിർമ്മാണം 2025 ഡിസംബർ മുതൽ ഇവിടെ ആരംഭിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണ മേഖലയിലെ മറ്റൊരു പ്രധാന നേട്ടമാണ് റൈഫിളുകളുടെ സംയോജിതമായ വിതരണമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ഉത്തർപ്രദേശിലെ അമേത്തിയിലുള്ള പ്ലാന്റിലാണ് റൈഫിളുകൾ നിർമ്മിക്കുന്നത്. വരും വർഷങ്ങളിൽ AK-203 ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രധാന അസോൾട്ട് റൈഫിളായി മാറും. 10 വർഷത്തിനുള്ളിൽ 6 ലക്ഷത്തിലധികം AK-203 അസോൾട്ട് റൈഫിളുകൾ ഇന്ത്യൻ സൈന്യത്തിന് നൽകാൻ പദ്ധതിയുണ്ട്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സംയുക്ത സംരംഭത്തിന് കീഴിലാണ് ഈ റൈഫിളുകൾ നിർമ്മിക്കുന്നത്. AK-203 റൈഫിൾ കലാഷ്നിക്കോവ് റൈഫിളിന്റെ ഒരു ആധുനിക പതിപ്പാണ്. ഇതിന് മികച്ച കൃത്യത, മികച്ച എർഗോണമിക്സ്, മികച്ച പൊരുത്തപ്പെടൽ എന്നിവയുണ്ട്. ഉയർന്ന ഉയരത്തിലുള്ള പ്രദേശങ്ങൾക്കും തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഇത് അനുയോജ്യമാണ്. ഇതിന് 800 മീറ്റർ വരെ ദൂരപരിധിയുണ്ട്. 1 മിനിറ്റിൽ 700 റൗണ്ട് വെടിവെക്കാൻ കഴിയും. ഈ റൈഫിളുകളുടെ ഉൽപാദനത്തിനായി 2021 ജൂലൈയിൽ ഇന്ത്യ റഷ്യയുമായി 5000 കോടി രൂപയുടെ കരാറിൽ ഒപ്പുവെച്ചു. ഈ കരാറിൽ സാങ്കേതിക വിദ്യയുടെ പൂർണ്ണമായ കൈമാറ്റവും ഉൾപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അത്യാധുനിക യുദ്ധവിമാനങ്ങൾ വാങ്ങാനും ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇനിയൊരു ആക്രമണ സാധ്യത പാകിസ്ഥാനിൽ നിന്ന് എന്നല്ല, മറ്റേത് രാജ്യത്തു നിന്നുണ്ടായാലും തകർത്തു തരിപ്പണമാക്കാനും അതിനൊക്കെ മുൻപ് ആക്രമിക്കാൻ വരുന്ന രാജ്യങ്ങൾ പോലും ഒന്നുകൂടി ആലോചിക്കാനും തരത്തിൽ പോലും സൈനിക ശേഷി കൈവരിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഇന്ത്യ. മോദി അധികാരത്തിൽ വന്നതിനു ശേഷം ഇന്ത്യൻ സേനയിൽ നടന്നത് അനിർവചനീയ പൊളിച്ചെഴുത്താണ് എന്ന് വേണമെങ്കിൽ പറയാം. കോടിക്കണക്കിന് രൂപയ്ക്കാണ് അത്യാധുനിക യുദ്ധോപകരണങ്ങൾ, അതും വികസിത രാജ്യങ്ങളായ അമേരിക്ക ഉൾപ്പെടെയുള്ളവർക്ക് മാത്രം സ്വന്തമായി ഉള്ളവയാണ് ഇന്ത്യ ഇതിനോടകം സ്വന്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല രാജ്യങ്ങളും ഇന്ത്യയോട് ഏറ്റുമുട്ടാൻ ഒന്ന് മടിക്കുന്നതും. പാകിസ്ഥാൻ വലിയ വീരവാദമൊക്കെ പറയുന്നുണ്ട് എങ്കിലും അത് പറഞ്ഞുകൊണ്ട് അതിർത്തിക്ക് അപ്പുറം നിൽക്കുന്നതല്ലാതെ മുട്ടുവിറച്ചിട്ട് ഇന്ത്യക്ക് അകത്തേക്ക് കയറാൻ പോലും ഇപ്പോൾ മടിക്കുന്നത് ഇന്ത്യ പഴയ ഇന്ത്യ അല്ല എന്ന ബോധ്യം വന്നതുകൊണ്ട് തന്നെയാണ്. പാകിസ്ഥാൻ അടക്കം വീണ്ടും നെഞ്ചിടിപ്പ് കൂട്ടാനുള്ള വകയുമായിട്ടാണ് പുതിയ റൈഫിളുകൾ കൂടി ഇന്ത്യൻ സേനയ്ക്ക് കയ്യിൽ ഉടനെ എത്തുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച